നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ കൊടകര പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. അഞ്ചു വർഷത്തെ പരാജയപ്പെട്ട ഭരണശേഷം മറ്റത്തൂർ പഞ്ചായത്ത് ഭരണത്തിന് നേതൃത്വം നൽകിയ CPM മനുഷ്യാവകാശങ്ങൾ തകർത്ത് ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് BJP നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ₹1.8 കോടി ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ മുംബൈ എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ പന്തല്ലൂരിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നവീകരിച്ച ലബോറട്ടറി രോഗികൾക്കായി തുറന്നുകൊടുത്തു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. വാർത്തകൾ വിശദമായി. വഴിയോര കച്ചവടം നിയന്ത്രിക്കുക, വഴിയോര കച്ചവട ലോബിയെ നിരോധിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ കൊടകര പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മിൽട്ടൺ J. തലക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് MP റാഫി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം തോമസ് ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തി. ഏരിയ ട്രഷറർ IK കൃഷ്ണകുമാർ, ഏരിയ സെക്രട്ടറി KD ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. വലിയ പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിലൂടെയാണ് വ്യാപാരി സമൂഹം കടന്നു പോകുന്നത്. നിരന്തരമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് അവയെ ചെറുത്തു തോൽപ്പിച്ച് തൻ്റെ കുടുംബം പോറ്റാനുള്ള ഒരു മാർഗം എന്ന നിലയിൽ കച്ചവടം നടത്തി അതിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ ലാഭം കൊണ്ടാണ് ഇന്ന് കുടുംബം പുലർത്തി നിത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മേഖലയിൽ ഇവിടെ ടാക്സും കടവാടകയും ശമ്പളമൊക്കെ കൊടുത്ത് വ്യാപാരം നടത്തുന്നതിനെതിരെ അവരെ തോൽപ്പിക്കുന്നതിന് വേണ്ടി, അവരെ നശിപ്പിക്കുന്നതിന് വേണ്ടി പെട്ടിവണ്ടികളിലും മറ്റും 5 വർഷത്തെ പരാജയപ്പെട്ട ഭരണശേഷം മറ്റത്തൂർ പഞ്ചായത്ത് ഭരണത്തിന് നേതൃത്വം നൽകിയ CPM മനുഷ്യാവകാശങ്ങൾ തകർത്ത് ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് BJP നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കിട്ടാത്ത കേന്ദ്ര അവാർഡ് തലയിൽ വച്ച് നടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ പാർട്ടിയെയും പോലീസിനെയും കാട്ടി ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ ഏത് അവാർഡാണ് മറ്റത്തൂരിന് കിട്ടിയതെന്ന് വെളിപ്പെടുത്താൻ CPM തയ്യാറാകണമെന്നും ഗ്രാമീണ മേഖലയിലെ ഭരണ സംവിധാനങ്ങൾ സുതാര്യവും കാര്യക്ഷമവും ആകണമെന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ പോയ പ്രസിഡന്റ് അതിനുള്ള ക്ഷണം അവാർഡാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതായും കിട്ടാത്ത അവാർഡും നടക്കാത്ത പദ്ധതികളുമാണ് മറ്റത്തൂരിൻ്റെ ബാക്കി പത്രമെന്നും BJP കുറ്റപ്പെടുത്തി. സ്ഥാപനങ്ങളുടെ ഭരണകാലാവധി പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് മറ്റത്തൂർ പഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അവരുടെ പ്രസിഡൻറ്റും CPMൻ്റെ വർഗ ബഹുജന സംഘടനകളുമെല്ലാം ജനാധിപത്യ വിരുദ്ധമായി മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെയും മറ്റും ഹനിക്കുന്ന രീതിയിൽ, തീർത്തും ഏകാധിപത്യ രീതിയിൽ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ പഞ്ചായത്തിൽ ഒരു രാഷ്ട്രീയ സ്ഥിതി സംജാതമാക്കിയിരിക്കുകയാണ്. മറ്റത്തൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആ പഞ്ചായത്തിൽ നിന്നും അതിനുള്ളൊരു നോമിനേഷൻ ഉണ്ടായി എന്നതിൽ കവിഞ്ഞ് കേന്ദ്ര സർക്കാരിൻ്റെ യാതൊരു വിധത്തിലുള്ള അവാർഡുകളും മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന് ലഭിക്കേണ്ടതായിട്ടില്ല. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ അവാർഡുകൾ ലഭിച്ചു എന്ന വ്യാജമായി പ്രചരിപ്പിക്കുകയും
അതൊരു ഭരണ നേട്ടമായിട്ട് അവതരിപ്പിക്കുകയുമൊക്കെ ചെയ്തുകൊണ്ട് CPM വലിയ രാഷ്ട്രീയ പ്രചരണങ്ങൾ പഞ്ചായത്തിൽ നടത്തുന്നുണ്ടായി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ CPMന്റെ വികസന വിരുദ്ധത ചർച്ച ചെയ്യപ്പെടാതിരിക്കാനാണ് പഞ്ചായത്തിനെ വിമർശിച്ചത് ക്രിമിനൽ കുറ്റമായി ചിത്രീകരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ യുവാവിനെതിരെ നിരന്തരം കള്ളക്കേസുകൾ കൊടുത്തതായും CPMനെ സഹായിക്കാൻ പോലീസ് യുവാവിനെതിരെ കേസെടുക്കുകയും സ്റ്റേഷനിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ത്രീ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കും വേണ്ടി നിർമ്മിച്ച രാജ്യത്തെ നിയമങ്ങൾ മറയാക്കുകയാണ്. CPM രാഷ്ട്രീയം പഴയ ഇരുണ്ട യുഗത്തിലേക്ക് മറ്റത്തൂരിനെ നയിക്കുവാൻ ഉദ്ദേശിച്ചുള്ളതാണ്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ന്യായം ഒരു സ്ത്രീ ആയതിനാൽ ആക്രമിക്കപ്പെടുന്നു എന്നാണെങ്കിൽ ഭരണപരാജയം ചൂണ്ടിക്കാട്ടുന്നത് പ്രസിഡന്റിന് നേരെയാണ്, വ്യക്തിക്കെതിരെയല്ല എന്ന് മനസ്സിലാക്കണം. CPMന്റെ വനിതാ സംഘടന കൊടാലിയിൽ നടത്തിയ പൊതുയോഗത്തിൽ കൊലവിളി പ്രസംഗം നടത്തിയതായി ആരോപിച്ച നേതാക്കൾ ഇതിനെതിരെ BJP ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും അറിയിച്ചു. ഒരു യുവ വ്യവസായിയുടെ ദുരവസ്ഥ പരസ്യമായിട്ടും ഒന്നും മിണ്ടാതെ LDFനൊപ്പം നിൽക്കുന്ന UDFന്റെ ദുർബലത BJPക്ക് ഇല്ല എന്നും BJP നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ BJP സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് PG ജയൻ, പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തലൂർ, മറ്റത്തൂർ ഏരിയ പ്രസിഡന്റ് PK വേണുഗോപാൽ, വെള്ളിക്കുളങ്ങര ഏരിയ പ്രസിഡന്റ് സജിത ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. 1,08,00,000-ലധികം രൂപയുടെ ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ മുംബൈ എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് കരുവശ്ശേരി മാളിക്കടവ് സ്വദേശി 24 വയസ്സുള്ള അജ്സലിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള തൃശൂർ റൂറൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേരളത്തിൽ നിന്നുമുള്ള നിരവധി യുവാക്കളെ സ്വാധീനിച്ച് കമ്മീഷൻ നൽകി ബാങ്ക് അക്കൗണ്ടുകൾ എടുപ്പിക്കുകയും ഈ അക്കൗണ്ടുകൾ വഴി ഇന്ത്യയിൽ ആകമാനം നടക്കുന്ന സൈബർ കുറ്റകൃത്യങ്ങളിലൂടെ തട്ടിയെടുത്ത കോടിക്കണക്കിന് പണം ATM കാർഡ്, ചെക്ക് എന്നിവ ഉപയോഗിച്ച് പിൻവലിക്കുകയും ഇത് ക്രിപ്റ്റോ കറൻസിയായി ചൈന, കംബോഡിയ, ദുബായ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന പ്രധാന പ്രതിയാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു. ഹയർ സെക്കൻഡറി NSS പ്രോഗ്രാം ഓഫീസറുടെ ജില്ലാതല സംഗമവും ആദരവും ജില്ലാ സബ് കളക്ടർ അഖിൽ V മേനോൻ ഉദ്ഘാടനം ചെയ്തു. പഠിക്കുമ്പോൾ NSS പ്രവർത്തനങ്ങൾ തൻ്റെ IAS ജീവിതത്തിന് പ്രചോദനമായതായി സബ് കളക്ടർ പറഞ്ഞു. അട്ടപ്പാടിയിൽ നടന്ന പ്രകൃതി പഠന ക്യാമ്പിലെ അനുഭവങ്ങൾ പങ്കുവച്ച അദ്ദേഹം NSS തൻ്റെ ജീവിതത്തിന് നൽകിയ പാഠങ്ങൾ ജീവിത മാർഗം തന്നെ മാറ്റിയതായും വ്യക്തമാക്കി. തൃശൂർ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംഗമത്തിൽ 150-ൽ പരം പ്രോഗ്രാം ഓഫീസർമാർ പങ്കെടുത്തു. ചടങ്ങിൽ 3 വർഷം പൂർത്തിയാക്കിയവരെ ആദരിച്ചു. ഹയർ സെക്കൻഡറി ജില്ലാ അക്കാദമിക് കോർഡിനേറ്റർ TM ലത അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം മധ്യമേഖലാ കൺവീനർ ഡോക്ടർ N രാജേഷ് പദ്ധതി വിശദീകരണം നടത്തി. NSS ജില്ലാ കോർഡിനേറ്റർ MB പ്രതീഷ്, സ്കൂൾ പ്രിൻസിപ്പാൾ C ഭാവന റോസ്, IMA പ്രതിനിധി ഡോക്ടർ സജിത്ത്, NSS ക്ലസ്റ്റർ കൺവീനർമാരായ ഡോക്ടർ M ബിജീഷ്, ലിൻഡോ വടക്കൻ, ER രേഖ എന്നിവർ സംസാരിച്ചു. ലോക കാഴ്ച ദിനാചരണത്തോടനുബന്ധിച്ച് തൃശൂർ അന്ധതാ നിയന്ത്രണ സമിതിയുടെയും ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ സമിതിയുടെയും ജില്ലാ മെഡിക്കൽ ഓഫീസ് ആരോഗ്യ കേരളം തൃശൂർ, അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത്, വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. മലക്കപ്പാറ പെരുമ്പാറ ഉന്നതിയിൽ നടത്തിയ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് റിജേഷ് KK ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗമിനി മണിലാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവി TP വിഷയാവതരണം നടത്തി. ആരോഗ്യ കേരളം തൃശൂർ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജീവ് കുമാർ P റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാൻഡി ജോസഫ്, തൃശൂർ ജനറൽ ആശുപത്രി അസിസ്റ്റന്റ് സർജനും ഒപ്താൽമോളജിസ്റ്റുമായ ഡോക്ടർ രഘു AC, മലക്കപ്പാറ ഗ്രേഡ് സബ് ഇൻസ്പെക്ടർ ആസാദ് PT, മലക്കപ്പാറ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ രാജേഷ്, ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗോപകുമാർ K, ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ അൽജോ C ചെറിയാൻ, ജില്ലാ ഒപ്താൽമിക് കോർഡിനേറ്റർ ഷീന, എലിഞ്ഞിപ്ര ബ്ലോക്ക് ഹെൽത്ത് സൂപ്പർവൈസർ സൈമൺ പോൾ എന്നിവർ സംസാരിച്ചു. ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ജില്ലയുടെയും സ്റ്റേറ്റിന്റെയും ജീവനക്കാരുടെ നേതൃത്വത്തിൽ ആരോഗ്യ മേഖലയെ ചേർത്ത് പിടിക്കുന്ന ഒട്ടനവധി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തുടർച്ചയായി ആരോഗ്യരംഗം ഇന്ത്യക്കകത്ത് 1-ാം സ്ഥാനത്താണ് കേരളം. മറ്റൊന്നൊരു ഇന്ത്യക്കകത്ത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ലോകത്ത് 1-ാം നമ്പറായി മാറിയിരിക്കുകയാണ്. അത് പലപ്പോഴും നമ്മുടെ വെല്ലുവിളി ഉണ്ടായിരുന്നത് ആരോഗ്യവകുപ്പ് വളരെ കൃത്യമായ ഇടപെടൽ നടത്തിയത് മൂലമാണ്. ഒരു 15 വർഷത്തോട് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉന്നതികളിലേക്ക് ജനിക്കുന്ന കുട്ടികൾ അതിനൊപ്പമാണ് ഈ മരണപ്പെടാം. ഇന്നത്തെ
ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ഭാരവാഹികളായ CH സാദത്ത്, ലിൻഡോ പള്ളിപ്പറമ്പൻ, സായൂജ് സുരേന്ദ്രൻ, KA ഹനീഫ, തോമസ് കാവുങ്കൽ, സിജിൽ ചന്ദ്രൻ, നൈജോ ആൻഡോ, തങ്കമണി മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. അല്ലെങ്കിൽ സ്വർണ്ണത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുറവുകൾ കൃത്യമായി രേഖപ്പെടുത്തണം. പക്ഷേ അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, കൊണ്ടുപോകുന്ന സമയത്ത് ഈ സ്വർണം പതിപ്പിച്ച ഈ വാതിൽ പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ മഹസ്സർ എഴുതി വെച്ചിരിക്കുന്നത് ഇത് ചെമ്പ് പാളികളാണ് എന്നാണ്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ പന്തല്ലൂരിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നവീകരിച്ച ലബോറട്ടറി രോഗികൾക്കായി തുറന്നുകൊടുത്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം KK രാജൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NM പുഷ്പാകരൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലേഖ P എന്നിവർ സംസാരിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് 6,80,000 രൂപ ചെലവഴിച്ചാണ് നവീകരണം പൂർത്തീകരിച്ചത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 11,360 രൂപ, പവന് 90,880 രൂപ. ചുണ്ടുകളിൽ തിരഞ്ഞു ഞാൻ സ്വരം, നിലാവിനെ വെള്ളം ചാരുതയാൽ നിറഞ്ഞു നീപ്പൂ, സ്വർണ്ണശോഭയിൽ നിൻമുഖം മാത്രം, നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ കൊടകര പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. അഞ്ചു വർഷത്തെ പരാജയപ്പെട്ട ഭരണശേഷം മറ്റത്തൂർ പഞ്ചായത്ത് ഭരണത്തിന് നേതൃത്വം നൽകിയ CPM മനുഷ്യാവകാശങ്ങൾ തകർത്ത് ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് BJP നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. $1.8 കോടിയിലധികം രൂപയുടെ ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ മുംബൈ എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ പന്തല്ലൂരിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നവീകരിച്ച ലബോറട്ടറി രോഗികൾക്കായി തുറന്നുകൊടുത്തു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.